പൂരത്തിന്റെ ഭാഗമായിട്ട് എത്ര പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട് പൂരത്തിൽ ആകെ 2 പ്രാവശ്യമേ പങ്കെടുത്തിട്ടുള്ളൂ. അത് പക്ഷേ പൂരത്തിൻ്റെ നടുവിലേക്ക് വന്നിട്ടില്ല, വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്തൊരു സ്ഥാപനത്തിൽ പോയി മുകളിലത്തെ നിലയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. വെടിക്കെട്ടും കണ്ടിട്ടുണ്ട്. ഇത്തരം ചടങ്ങുകളുടെ ഭാഗമായിട്ടില്ല, ആദ്യമായിട്ട്. പക്ഷേ 2019-ലും 20-ലും ഉപമൂർത്തികളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മിക്കവാറും ഇടങ്ങളിൽ പോയിട്ടുണ്ട്. ഇനി പ്രചാരണ പരിപാടികൾ ഇന്ന് ഇരിഞ്ഞാലക്കുടയാണ്. രാവിലെ 8 മണിക്കായിരുന്നു. ഇന്നലെയാണ് വിളിച്ചത് പറഞ്ഞത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അത് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു പരിപാടി മാറ്റി വെച്ചു. ഒരു കാര്യം കൂടി, നമ്മുടെ പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കോടതി വിധി എങ്ങനെ? അത് കോടതിയല്ല, കോടതി പറഞ്ഞു. തുടർ നടപടി അത് അങ്ങേ അറ്റം വരെ തന്നെ. കേസ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതാ? കേസ് തള്ളാനാവില്ല എന്നല്ലേ കോടതി പറഞ്ഞത്, കോടതി പറഞ്ഞത്. അതെ, അതുമായി മുന്നോട്ട് പോകും. നിയമ പോരാട്ടം അത് പോരാട്ടം തന്നെയാണ്. അത് ഇലക്ഷനെ ബാധിക്കുമോ? എന്തിനു ബാധിക്കണം? കേസുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിക്ക് അങ്ങേരുടെ ഏതെങ്കിലും ഒരാളെ നിർത്താൻ പറ്റുമോ കേരളത്തിൽ? പറ്റുമോ? അപ്പോൾ ഇലക്ഷൻ്റെ കെയർ-ഓഫിൽ ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ഇത് അത് തന്നെയാണ് ഉദ്ദേശം അവർക്ക്. അത്രയേ ഉള്ളൂ. എല്ലാ കേസുകളും അങ്ങനെയാണ്. കരുവന്നൂർ നടന്നതിനും കൊടുത്തില്ലേ കേസ്? അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാനൊന്നും പറയാൻ പാടില്ല. അതാണൊരു ഉത്തരവാദിത്വമുള്ള പൗരൻ. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഞാൻ പറയാൻ പാടില്ല. അത് കോടതിയാണ്. ഞാൻ അതുപോലും പറയാൻ പാടില്ല. അത് കോടതി പറയും. കോടതി പറയട്ടെ. കോടതി അത് തന്നെയാണ് പറയാൻ പോകുന്നത്. അത് പറയട്ടെ.